ഞങ്ങൾക്ക് റസൂൽ നേരിട്ടുണ്ട്, ഞങ്ങൾക്ക് എന്തിനാ ഷെയ്ഖ്, ഞാൻ തങ്ങളാണ് എന്ന് വാദിക്കുന്ന ആൾക്കാരോടെ ഞാൻ ഈ പറയണത്. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആൺകുട്ടികളില്ല. അലി അള്ളാന്റെ വാപ്പ അബൂ ത്വാലിബ്, അബ്ദുൽ മുത്തലിബ് അങ്ങനെ പോണത്. എന്നാൽ ഒരു ഷെയ്ഖിനെ കിട്ടിയാൽ ആ സിൽസിലങ്ങൾ ചെന്ന് ചെന്ന് ഹസൻ റസൂലുള്ളാഹി അലി അള്ളാഹിനെ കൊടുത്തത് ഹബീബുള്ളയാണ്. റൂഹിന്റെ വാപ്പയാണ് ഷെയ്ഖ് എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. റൂഹിന്റെ പിതാവാണ് ഷെയ്ഖ്. ഇപ്പൊ റൂഹിന്റെ അബുൽ അർവാഹ് മുഹമ്മദ് റസൂലുള്ളാഹി, എന്നാൽ അബുൽ ബഷർ ആദം അലൈഹിസ്സലാം. അപ്പൊ ആദം നബിക്കും വാപ്പയാണ് ആര്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാ ആ റസൂലുള്ളാഹിക്ക് വാപ്പയാണ് ആദം നബി. എങ്ങനെ? തടി കൊണ്ട് ആദം നബി വാപ്പ, റൂഹ് കൊണ്ട് റസൂലുള്ളാഹിന്റെ വാപ്പനെ ആദ്യം പഠിച്ചത് ഹബീബുള്ളാന്റെ നൂറിനെയാണ്. അപ്പൊ തങ്ങന്മാര് ശ്രദ്ധിക്കുക, ഷെയ്ഖ് ഇല്ലെങ്കിൽ അവരും സൈത്താനാ. തങ്ങളായി എന്ന് ഇതുകൊണ്ട് കഴിച്ചിലാവില്ല. എന്റെ മകള് ഫാത്തിമ കെട്ടാലും കൈ ഞാൻ വെട്ടുമെന്ന് പറഞ്ഞ എന്തുകൊണ്ടാ? ദീന അവിടെ വലുതെന്ന് പറഞ്ഞേ. ഇവിടെ ദീനാണ് വലുത്, എന്റെ മോളായതുകൊണ്ട് കാര്യമൊന്നുമില്ല. മനസ്സിലാക്കണം. റസൂലുള്ളാഹിങ്ങൾക്ക് ഹസനുള്ളാനും ഹുസൈനുള്ളാനും ഫാത്തിമയും മാത്രമല്ല മക്കളും പേരമക്കളുള്ളത്. ഉസ്മാന്റെ 2 ഭാര്യമാർ റസൂലുള്ളാഹിന്റെ മക്കളല്ലേ? കർമ്മം കൊണ്ട് തന്നെയാണ്. അവരെ ഈമാന്റെ പവർ കൊണ്ട് തന്നെയാണ്. ആ കുടുംബ വായിച്ചൊന്നുമില്ല, പവർ കൊണ്ടാ. എന്താ ഈമാൻ ഉള്ളവർക്കെന്നോട് സാധനമുള്ള അർത്ഥം. തെറ്റ് ചെയ്താൽ തങ്ങന്മാർ ചെയ്താലും എന്താണ് തെറ്റാണ്. എന്താ തെറ്റ്? ഷെയ്ഖില്ല എന്നുള്ളത്. ഈ തകിട് ചെയ്തലും മന്ത്ര ചെയ്യലും ഇതല്ല. ഒരു തങ്ങള് അതാണ് ദ്വാരം ചിത്രം കിട്ടണം. ഒരു തങ്ങൾക്കും തകിട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു തകിട് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ഹബീബുള്ളാന്റെ ചോര ഇവിടെ വന്നു എന്ന് പറഞ്ഞാല് അത് സംഭവമല്ലേ. പിന്നെ എങ്ങനെ തങ്ങന്മാർക്ക് ഇങ്ങനെ ആയി മാറി? അപ്പൊ അവർക്ക് പവറില്ലാന്ന് തോന്നുമ്പോ സേവയും കാര്യമൊക്കെ നടത്തും. തേച്ചു പോവും. പേക്കന സാധാ പേക്കലല്ല, സാധാ ചോറ് കേടുന്നാല്. സാധാ ചോറ് തിളപ്പിച്ച് കൂട്ടി നമുക്ക് 5-6 ദിവസമൊക്കെ ഉപയോഗിക്കാം. പക്ഷെ ബിരിയാണി കേടുന്നുണ്ടല്ലോ, എത്തിനും പറ്റൂല. തങ്ങന്മാർക്ക് വല്ല ഫാൾട്ടും വന്നാണ്ടല്ലോ അത് ഗൗരവ. അത് തങ്ങളല്ലേ, അത് സാരല്ല. അങ്ങനെ തീരുന്നില്ല. തങ്ങൾ തെറ്റിയതാലും മൂലര് തെറ്റിയതാലും നാട് തെറ്റിയതാലും ഒക്കെ ശിക്ഷ ഉണ്ട്. പക്ഷെ തങ്ങൾ തെറ്റിയതാ ശിക്ഷ കുറച്ച് കടുപ്പേകരം. കാരണം നിങ്ങൾ സാധാരണ നിങ്ങൾ നേരം വരി മനസ്സിലാക്കണം. അപ്പൊ തങ്ങളല്ലേ എന്ന് കരുതിയിട്ട് ഒരാൾക്കും വിൽക്കണ്ട. തങ്ങളാണോ ശുദ്ധമായ ത്വരീഖത്തിൽ വന്ന് ശേഖരം കിട്ടിയാലും ഭയങ്കര പവറാ. തടി കൊണ്ടും ശുദ്ധരാണ്, റൂഹ് കൊണ്ടും തങ്ങളാവും. അപ്പോൾ ഒറിജിനൽ തങ്ങളാവും. അതല്ലെങ്കിലോ റൂഹ് കൊണ്ട് ശൈത്താനികരം, ഒരു അമലും ഉണ്ടാവില്ല. കറാമത്തുണ്ടാവും, അത്ഭുതം നടക്കുന്നുണ്ടാവും. അത് ജിന്നും പലക്കും ശൈത്താനൊക്കെ പിടിച്ചാൽ പല അത്ഭുതം കാട്ടാ. മുഅ്മിനാവണോ മുഹ്സിനാവണോ, അത് സയ്യിദായാലും ഷെയ്ഖ് വേണം. കാരണം സയ്യിദന്മാരെ സയ്യിദാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി. ഇമ്മാന്റെ വൈക്കും ബാപ്പാന്റെ വൈക്കും എന്താണ്? തങ്ങളാണ്. എന്നാൽ ഞാൻ തങ്ങളായതുകൊണ്ട് കേസിലായി എവിടെയും പറഞ്ഞിട്ടില്ല. തങ്ങന്മാർക്ക് ഷെയ്ഖ് വേണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. മനുഷ്യനായി ജനിച്ച് മുസ്ലിമായി ജീവിച്ച് പ്രായപൂർത്തിയായാൽ തങ്ങളായാലും മൂജാരായാലും നാടനായാലും ഒക്കെ എല്ലാവർക്കും അതിൽ സെയിമാ, ഷെയ്ഖ് വേണം.